UAE ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ റെന്റൽ റിട്ടേൺസും ക്യാപിറ്റൽ അപ്രിസിയേഷനും കിട്ടുന്നത് വാട്ടർ ഫ്രണ്ട് ആൻഡ് ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സിനും വില്ലാസിനുമാണ്. അതിന് മെയിൻ എക്സാമ്പിൾ ആണ് നമ്മുടെ പാം ജുമേറ പോലുള്ള മാൻമേഡ് ആയിട്ടുള്ള ഐലൻഡ്സ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ഇൻവെസ്റ്റ്മെന്റ് വിത്ത് മോർ റിട്ടേൺസ്. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ റെന്റൽ റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ. എന്നാൽ ഇപ്പോൾ ദുബായിലെ തന്നെ ലാസ്റ്റ് മാൻമേഡ് ഐലൻഡ് ആയിട്ടുള്ള ദുബായ് ഐലൻഡിലാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 ബില്യൺ ദിർഹംസ് വരും. അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന വിൻസ് കാസിനോ അൽ മർജാൻ ഐലൻഡിലാണെങ്കിലും ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റിന് 2 to 3 മില്യൺ ദിർഹംസും വരുന്നുണ്ട്. ഈ പറഞ്ഞ ഐലൻഡുകളായ ദുബായ് ഐലൻഡിന്റെയും അൽ മർജാൻ ഐലൻഡിന്റെയും ഒറ്റ നടുവിലായിട്ട് വരുന്ന ഈ കാണുന്ന നാച്ചുറൽ ഐലൻഡിൽ നിങ്ങൾക്കൊരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റിന് വെറും 1.3 മില്യൺ ദിർഹംസ് മാത്രമേ വരുന്നുള്ളൂ. അതും UAE തന്നെ ടോപ്പ് ക്വാളിറ്റി ഡെവലപ്പറിന്റെ കയ്യിൽ. ഞാൻ നിങ്ങൾക്ക് ഈ ഐലൻഡ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. UAE മാൽഡീവ്സ് എന്നറിയപ്പെടാൻ പോകുന്ന ഒരു നാച്ചുറൽ ഐലൻഡ് ആണിത്. നിങ്ങൾ ദുബായിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ഐലൻഡ്സ് പോലും അവിടെ കാണാൻ പറ്റില്ല. അവിടെ ഉള്ളത് മുഴുവനും മാൻമേഡ് ആയിട്ടുള്ള ഐലൻഡ്സ് ആണ്. ഈ കാണുന്ന നാച്ചുറൽ ഐലൻഡിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടുത്തെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നാച്ചുറൽ ഹാബിറ്റേറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഗസൽസ്, ഫ്ലെമിംഗോസ്, സീ ടേർട്ടിൽസ് ഒക്കെ നിങ്ങളുടെ സ്വന്തം ഐലൻഡിൽ കാണാൻ സാധിക്കും. ദുബായിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുർജ് ഖലീഫ 1.5 ബില്യൺ ആണ് അത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഫുൾ കോസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റോയൽ അറ്റ്ലാന്റിസ് ആണെന്നുണ്ടെങ്കിൽ 1.6 ബില്യൺ. ഇനി ബുർജ് അൽ അറബ് ആണെങ്കിലും $1 ബില്യൺ ആണ് വരുന്നത്. ഈ പറഞ്ഞ മെഗാ പ്രോജക്ട്സിനെല്ലാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റിലുമുള്ള ബിൽഡിംഗ്സിന് എല്ലാം നല്ല രീതിക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ 4 ഇരട്ടി, അതായത് 4.1 ബില്യൺ കോസ്റ്റ് വരുന്ന അൽ മർജാൻ ഐലൻഡിലെ വിൻസ് കാസിനോയിൽ നിന്നും വെറും 5 മിനിറ്റ് ഡിസ്റ്റൻസ് മാത്രമാണ് നമ്മളുടെ ഈ കാണുന്ന നാച്ചുറൽ ഐലൻഡിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു ഹിഡൻ ജമ്മാണ്. 19 മില്യൺ സ്ക്വയർ ഫീറ്റിൽ പരന്നു കിടക്കുന്ന ഈ ഒരു നാച്ചുറൽ ഐലൻഡിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഒന്നും നശിപ്പിക്കാതെ വെറും 21 മില്യൺ സ്ക്വയർ ഫീറ്റിൽ മാത്രമാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു നാച്ചുറൽ ഐലൻഡിൽ 360 ഡിഗ്രി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് സീ വ്യൂ ആണ് കിട്ടാൻ പോകുന്നത്. അത് കൂടാതെ തന്നെ 18 ഹോൾ ഗോൾഫ് കോഴ്സും ആക്റ്റീവ് വാട്ടർ ആക്ടിവിറ്റീസ്, മോൾസ്, റിസോർട്ട്സ്, ഫ്ലോട്ടിംഗ് വില്ലാസ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടുള്ള ഈ കാണുന്ന നാച്ചുറൽ ഐലൻഡിൽ നിങ്ങൾക്കൊരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് കിട്ടുന്നത് വെറും 1.3 മില്യൺ ദിർഹംസ് മാത്രമാണ്. അതും നിങ്ങൾ ഒറ്റ തവണയായിട്ട് കൊടുക്കണ്ട. ഈ പറഞ്ഞ 1.3 മില്യന്റെ 60% 3 വർഷം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കി വരുന്ന 40% ഓൺ ഹാൻഡ് ഓവറിൽ. അത് നിങ്ങൾക്ക് മോർഗേജ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം, ഈ കാണുന്ന നാച്ചുറൽ ഐലൻഡിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ദുബായ് ഐലൻഡിലാണെങ്കിലും അൽ മർജാൻ ഐലൻഡിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് 2 മുതൽ 3 മില്യൺ ദിർഹംസ് വരും. അതേ സ്ഥാനത്ത് ഈ കാണുന്ന നാച്ചുറൽ ഐലൻഡിൽ വെറും 1.3 മില്യൺ ദിർഹംസിന് നിങ്ങൾക്കൊരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് കിട്ടും. അപ്പോൾ UAE മാൽഡീവ്സ് എന്നറിയപ്പെടാൻ പോകുന്ന ഈ ഒരു നാച്ചുറൽ ഐലൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇൻഷാ അല്ലാ.